അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയമുള്ളവരെ, സൂറ അൽ ജാസിയ 21, 22, 23 ആയത്തുകളാണ് ഇന്ന് ഈ ക്ലാസ്സിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാരോട് അള്ളാഹു പറയുന്ന ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാന ഭാഗത്ത് മനസ്സിലാക്കിയത്. ദൈവഭയം ഒട്ടുമില്ലാത്ത ആളുകൾ നിങ്ങളോട് കാണിക്കുന്ന ഒരുപാട് അവിവേകങ്ങളുണ്ട്, അക്രമങ്ങളുണ്ട്. അതിനോടെല്ലാം വിട്ടുവീഴ്ചയോടെ, ക്ഷമയോടെ നിങ്ങൾ നേരിടണം. നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ അവരുടെ കാര്യം പടച്ചോ നോക്കിക്കൊള്ളും. നിങ്ങളുടെ ക്ഷമയ്ക്ക് അള്ളാഹു വലിയ പ്രതിഫലം നൽകുകയും ചെയ്യും. തുടർന്ന് പരലോകവിശ്വാസത്തെക്കുറിച്ച് മക്കയിലെ വിശ്വാസികളായ ആളുകൾ വെച്ച് പുലർത്തുന്ന തെറ്റായ ധാരണയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അവർ പറയുന്നത് ജീവിതമെന്നാൽ ഈ ഭൗതിക ലോകം മാത്രമേ ഉള്ളൂ എന്നാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ജീവിതമില്ല. ഒരു ഘടികാരം കുറേ കാലം നടന്ന ശേഷം നിന്നു പോകുന്നത് പോലെ മാത്രമാണ് കാലത്തിൻ്റെ കറക്കം. മനുഷ്യൻ മരിച്ചു മണ്ണായിക്കഴിഞ്ഞാൽ, എല്ലുകൾ നുരുമ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ജീവിതമുണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും ഞങ്ങൾ വിശ്വസിക്കുകയില്ല. അതല്ല, മരണാന്തര ജീവിതം ഉണ്ടെന്ന് നിങ്ങൾ വാദിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ മരിച്ചുപോയ പൂർവികരെ ഒന്ന് ജീവിപ്പിച്ച് കാട്ടിത്തരിക. ഇതിനു മറുപടിയായിട്ട് അള്ളാഹു മനോഹരമായ ചില ഉദാഹരണങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ആദ്യ ഭാഗത്ത് അള്ളാഹു പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അം ഹസിബല്ലദീന ഇജ്തറഹു അസ്സയ്യിആതി അൻ നജഅലഹും കല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി സവാഅൻ മഹിയാഹും വമമാതുഹും സഅ മാ യഹ്കുമൂൻ. ചീത്ത വൃത്തികൾ ചെയ്തു കൂട്ടിയവർ കരുതുന്നുവോ? ഹസിബ എന്നാൽ വിചാരിക്കുക, കരുതുക എന്നൊക്കെയാണ് അർത്ഥം. ഇജ്തറഹു അസ്സയ്യിആത്ത്, ചീത്തയായ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്ത ആളുകൾ. അല്ലൻ നജ്അലഹും കല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി, അൻ നജ്അലഹും, അവരെ നാം സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ പോലെ ആക്കുമെന്ന്. ജഅല ആക്കുക, അൻ നജ്അലഹും നാം അവരെ ആക്കുമെന്ന്, കല്ലദീന ഒരു കൂട്ടരെ പോലെ, ആമനു വഅമിലുസ്സാലിഹാത്ത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ. സവാഅം മഹിയാഹും വമമാതുഹും, അഥവാ അവരുടെ ജീവിതവും മരണവും ഒരേപോലെയാകുമെന്ന്. അല്ലാഹു പറയാ, സഅ മാ യഹ്കുമൂൻ, അവരുടെ വിധി തീർപ്പ് വളരെ ചീത്ത തന്നെ. ഇവിടെ ഏകദൈവത്വം പ്രബോധനം ചെയ്ത ശേഷം പരലോകത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുകയാണ്. പരലോകം എന്നത് സത്യമാണ്, അതൊരു ധാർമ്മിക ന്യായവുമാണ്. ഇവിടെ ധാരാളം നന്മകൾ ചെയ്ത് ഭൗതികാർത്ഥത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് ജീവിച്ചൊരു മനുഷ്യനും താന്തോന്നിയായി ജീവിച്ചൊരു മനുഷ്യൻ, ഭൗതികാർത്ഥത്തിൽ ഒരുപാട് സുഖാസ്വാദനങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞൊരു മനുഷ്യൻ, രണ്ടുപേരും മരണപ്പെടുന്നു. ആ മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുകയാണ് എങ്കിൽ അതൊരു നീതിയല്ല. ധർമ്മങ്ങളിൽ പുണ്യപാപങ്ങൾ, നന്മ തിന്മകൾ, ഇവയുടെ അനിവാര്യമായ താല്പര്യമാണ് നന്മ ചെയ്തവർക്കും തിന്മ ചെയ്തവർക്കും അവരുടെ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുക എന്നത്. സുകൃതം ചെയ്തവരും പാപം ചെയ്തവരും രണ്ടുപേരുടെയും പരിണിതി ഒരുപോലെ ഒരിക്കലും ആയിക്കൂടാ. സുകൃതം ചെയ്തവന് അവൻ്റെ സൽക്കർമ്മങ്ങളുടെ ഫലം ലഭിക്കണം. ദുഷ്കർമ്മങ്ങൾ ചെയ്തവൻ അതിൻ്റെ ഫലവും അനുഭവിക്കണം. അങ്ങനെ സംഭവിക്കുന്നില്ല എങ്കിൽ, നന്മയുടെയും തിന്മയുടെയും പരിണിതി ഒരേപോലെയാണെങ്കിൽ, ധാർമ്മികമായ നന്മ തിന്മകൾ തീരെ നിരർത്ഥകമാണ് എന്ന് പറയേണ്ടി വരും. അള്ളാഹു ഒരിക്കലും നീതിമാനല്ല എന്ന് സമ്മതിക്കേണ്ടി വരും. ഈ ലോകത്ത് ദുർമാർഗത്തിൽ ചരിക്കുന്നവർ നന്മയ്ക്ക് പ്രതിഫലമോ തിന്മയ്ക്ക് ശിക്ഷയോ ഉണ്ടാവരുതെന്ന് എന്നാണ് ആഗ്രഹമുള്ളത് എന്ന് തീർച്ചയാണ്. ദുഷ്കർമ്മികളായ ആളുകൾ അവർ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾക്കൊരിക്കലും ശിക്ഷയുണ്ടാവണമെന്നൊരിക്കലും അവർ ആഗ്രഹിക്കുന്നില്ല.
അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തോടെ ബോധ്യപ്പെടുത്തുന്നു, മനുഷ്യൻ്റെ നന്മതിന്മകളുടെ ഫലം അവൻ അനുഭവിക്കേണ്ടി വരും. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഖലഖല്ലാഹു സ്സമാവാതി വൽ അർള ബിൽ ഹഖ് വലിതുജ്സ കുല്ലു നഫ്സിൻ ബിമാ കസബത് വഹും ലാ യുദ്ലമൂൻ. അള്ളാഹു ആകാശഭൂമികളെ യാഥാർത്ഥ്യനിഷ്ഠമായാണ് സൃഷ്ടിച്ചത്. ഓരോരുത്തർക്കും താൻ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലം നൽകാനാണിത്. ആരോടും ഒട്ടും അനീതി ഉണ്ടാവുകയില്ല. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് വിനോദമായിട്ടല്ല എന്ന് എന്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത്? ഇതൊരു വലിയ സംവിധാനമാണ്. ഈ സംവിധാനത്തിൽ അള്ളാഹു നൽകിയ സ്വാതന്ത്ര്യങ്ങളും അവൻ നൽകിയ മാധ്യമങ്ങളും ശരിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു വിഭാഗം ആളുകൾ സുഹൃതങ്ങൾ നിർവഹിക്കുന്നു. മറ്റൊരു വിഭാഗം ആളുകൾ ഇവയെല്ലാം തെറ്റായ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അക്രമങ്ങൾ, മർദ്ദനങ്ങൾ, അശ്ലീലതകൾ, ആഭാസങ്ങൾ പരത്തുന്നു. എന്നിട്ട് രണ്ടു കൂട്ടരും മരിച്ചു മണ്ണായി പോകുന്നു. നീതി അനുസരിച്ച് സുഹൃതം ചെയ്തവന് നല്ല ഫലവും ദുഷ്കർമ്മം ചെയ്തവന് ദുഷ്ഫലവും അനുഭവിക്കേണ്ടി വരുന്ന ഒരു മരണാനന്തര ജീവിതമൊന്നും ഇല്ലാതിരിക്കുക. ഒരാസൂത്രിതമായ പ്രപഞ്ച സംവിധാനത്തിൻ്റെ പര്യവസാനം എങ്ങനെ ആയിരിക്കുക എന്നത് സങ്കല്പിക്കാനേ പറ്റൂല. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചം ഒരു കളിക്കുട്ടിയുടെ കളിക്കോപ്പ് തന്നെയാണ്. സ്വദേശവും യുക്തിബന്ധുരവുമായ സംവിധാനമായിരിക്കുകയില്ല. ഈ പ്രപഞ്ചം വളരെ സ്പഷ്ടമായി യുക്തിഭദ്രമായി സംവിധാനിച്ച നാഥൻ മനുഷ്യൻ്റെ ജീവിതത്തിനും ഒരർത്ഥമുണ്ടാക്കിയിരിക്കുന്നു. അവൻ്റെ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം അവൻ മരണാനന്തരം അനുഭവിക്കേണ്ടി വരുമെന്നത്. സുകൃതികൾക്ക് അവരുടെ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലവും അക്രമികൾക്ക് അവരുടെ അക്രമങ്ങളുടെ ശിക്ഷയും ലഭിക്കുന്നില്ല എങ്കിൽ, മർദ്ദിതരുടെ ആവലാതിക്ക് ഒരിക്കലും പരിഹാരമുണ്ടാവുന്നില്ല എങ്കിൽ അത് തികഞ്ഞ അനീതിയല്ലേ? ദൈവത്തിൻ്റെ നീതിവ്യവസ്ഥയിൽ അത്തരം അനീതി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ ഒരു സുഹൃതൻ അയാൾ അർഹിക്കുന്നതിനേക്കാൾ കുറഞ്ഞ പ്രതിഫലം നൽകുകയോ ഒരു ദുഷ്കർമ്മങ്ങൾ ചെയ്ത മനുഷ്യന് അയാൾ അർഹിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ശിക്ഷ ലഭിക്കുകയോ എന്നത് ഒരിക്കലും നീതിയല്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിമാനാണ്. ഓരോ മനുഷ്യരുടെയും കർമ്മങ്ങൾക്കനുസരിച്ച് നാളെ പരലോകത്ത് വളരെ സ്പഷ്ടമായ യുക്തിഭദ്രമായ പ്രതിഫലം അവൻ ഒരുക്കി വച്ചിരിക്കുന്നു. 23-ാം സൂക്തത്തിൽ അള്ളാഹു പറയുന്നത്, അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാഹു വഅദല്ലല്ലാഹു അലാ ഇൽമിൻ വഖതമ അലാ സമഇഹി വഖൽബിഹി വജഅല അലാ ബസരിഹി ഗിശാവതൻ ഫമൻ യഹ്ദീഹി മിൻ ബഅദില്ലാ അഫലാ തദക്കറൂൻ. തൻ്റെ ദേഹേച്ഛയെ ദൈവമാക്കിയവനെ നീ കണ്ടോ? അള്ളാഹു അവനെ ബോധപൂർവം വഴികേടിലാക്കിയിരിക്കുന്നു. അവൻ്റെ കാതിനും മനസ്സിനും മുദ്ര വച്ചിരിക്കുന്നു, കണ്ണുകൾക്ക് മൂടിയിട്ടിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവെ കൂടാതെ അവനെ നേർവഴിയിലാക്കാൻ ആരുണ്ട്? എന്നിട്ടും നിങ്ങളൊന്നും ചിന്തിച്ചറിയുന്നില്ലേ? ഇത്തഖദ സ്വീകരിക്കുക, ഇലാഹ് ദൈവമാക്കുക, ഹവ ഇച്ഛകളെ ഇലാഹാക്കുക എന്നത് ഗുരുതരമായ കാര്യമാണ്. ഒരു മനുഷ്യൻ പരസ്യമായിട്ട് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് മാത്രമല്ല ശിർക്ക്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ വിട്ടുകൊണ്ട് സ്വന്തം ഇച്ഛകളെ അനുസരിക്കുക എന്നത് അത് കർമ്മപരമായ ശിർക്കാണ് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ പഠിപ്പിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ തൻ്റെ മനസ്സിന് രസം തോന്നാത്തതൊന്നും ചെയ്യാതിരിക്കുക, മനസ്സിന് രസം തോന്നുന്നത് മുഴുവൻ ചെയ്യുക. രസം തോന്നാത്തത് ചെയ്യാതിരിക്കുക അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിലും മനസ്സിന് രസമല്ല എങ്കിൽ അത് ചെയ്യുന്നില്ല. മനസ്സിൻ്റെ രസമുണ്ട്, അള്ളാഹു നിഷിദ്ധമാക്കിയതാണെങ്കിലും അത് ചെയ്യും. ഇതാണ് കർമ്മപരമായ ശിർക്ക്. ഇബ്നു ജരീർ പറയുന്നു, അവൻ തൻ്റെ ജഡികേച്ഛകളെ ആരാധനായി സ്വീകരിച്ചു. മനസ്സ് ആഗ്രഹിച്ചതൊക്കെ ചെയ്തു. അള്ളാഹു നിരോധിച്ചതിനെ നിഷിദ്ധമാക്കിയില്ല, അവൻ അനുവദിച്ചതിനെ അനുവദനമാക്കിയുമില്ല. അബൂബക്കർ ജസ്വാസ് വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ ദൈവത്തെ അനുസരിക്കുന്നത് പോലെ അവൻ്റെ ഇച്ഛകളെ അനുസരിച്ചു. സമസ്ഖരി വിശദീകരിക്കുന്നത്, ജഡികേച്ഛകളുടെ തികഞ്ഞ ആജ്ഞാനുവർത്തിയാണ് ഈ മനുഷ്യൻ. മനസ്സ് വിളിക്കുന്നത് എങ്ങോട്ടാണോ അങ്ങോട്ട് മാത്രം അവൻ പോകുന്നു. ഒരാൾ തൻ്റെ ദൈവത്തിന് അടിമപ്പെടുന്നത് പോലെ. ഇമാം ദമസ്ഖരി പറയുന്നത് ഇപ്രകാരമാണ്: ജഡികേച്ഛകളുടെ തികഞ്ഞ ആജ്ഞാനുവർത്തിയാണ് ഈ മനുഷ്യൻ. അവൻ്റെ മനസ്സ് വിളിക്കുന്നത് എങ്ങോട്ടാണോ അങ്ങോട്ട് മാത്രം അവൻ പോകുന്നു. ഒരാൾ തൻ്റെ ദൈവത്തിന് അടിമപ്പെടുന്നത് പോലെ അവൻ അതിനടിമപ്പെടുന്നു. സ്വേച്ഛകളെ ദൈവമാക്കുക എന്നാൽ
മനുഷ്യൻ ജഡികേച്ഛകളുടെ അടിമയായിത്തീരുക എന്നാണ് അർത്ഥം. അള്ളാഹു അനുവദിച്ചതോ നിരോധിച്ചതോ എന്ന വിവേചനമില്ലാതെ തോന്നിയതൊക്കെ പ്രവർത്തിക്കുക. സയ്യിദ് അബുൽ അഅല മദൂദ് സാഹിബ് ഈ ഭാഗം മനോഹരമായി വിശദീകരിക്കുന്നുണ്ട്. സൂറത്തുൽ ഫുർഖാൻ, സൂറത്തു സബ, യാസീൻ, ഷൂറ തുടങ്ങിയ അധ്യായങ്ങളിലും ഈയൊരു ഭാഗം വരുന്നുണ്ട്. പരലോക നിഷേധം കടുത്ത ധർമ്മച്യുതിക്ക് വഴിതെളിക്കുന്നുവെന്നാണ് നാലാമതായിട്ട് ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ജഡികേച്ഛകളുടെ അടിമകളായി തീർന്നവർ മാത്രമേ പരലോക നിഷേധം അംഗീകരിക്കുകയുള്ളൂ. താന്തോന്നിത്വത്തിനുള്ള ഒരു തുറന്ന സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടിയാണ് അവരത് അംഗീകരിക്കുന്നത്. കൂടാതെ ഈ സിദ്ധാന്തം അംഗീകരിക്കുന്നവരെ അത് ഇരുട്ടിൽ നിന്ന് കൂടുതൽ ഇരുട്ടിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ അവരുടെ ധാർമ്മിക ബോധം തികച്ചും നിർജീവമാണ്. സന്മാർഗത്തിലേക്കുള്ള എല്ലാ കവാടങ്ങളും അവരുടെ മുമ്പിൽ കൊട്ടിയടക്കുന്നു. അതാണ് വഅളല്ലല്ലാഹു അലാ ഇൽമിൻ എന്ന് പറയുന്നത്. അയാൾ വിജ്ഞാനമുള്ളതോടൊപ്പം തന്നെ അള്ളാഹുവിൽ നിന്ന് ദുർമാർഗത്തിൽ എറിയപ്പെട്ടു എന്നാണ് ഈ വാക്യത്തിൻ്റെ ആശയം. അവൻ ജഡികേച്ഛയുടെ അടിമയായി പോയിരിക്കുന്നു. അയാൾ സ്വന്തം ഇച്ഛയുടെ അടിമയായിരിക്കുന്നു എന്നറിഞ്ഞതിനാൽ അള്ളാഹു അയാളെ ദുർമാർഗത്തിലേക്ക് തള്ളി. വളരെ ഗൗരവത്തോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു ഭാഗമാണ്. ഇച്ഛകളുടെ അടിമയായിരിക്കുക എന്നത് ഗുരുതരമായിട്ടുള്ള തെറ്റാണ്. അള്ളാഹു അവനെ ദുർമാർഗത്തിലേക്ക് തള്ളുക, അവൻ്റെ മനസ്സിനും കാതുകൾക്കും മുദ്ര വെക്കുക, കണ്ണുകൾക്ക് അടപ്പിടുക എന്നൊക്കെ പറയുന്നതിന് താല്പര്യം വളരെ ഗൗരവത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം. വജഅല അലാ ബസരിഹി ഗിശാവ വഖതമ അലാ സമഇഹി വഖൽബിഹി, അവൻ്റെ കാതുകൾക്കും മനസ്സിനും മുദ്ര വെച്ചു, കണ്ണുകൾക്ക് മൂടിയിട്ടു. ഒരുപാട് അറിവുണ്ടായിരിക്കാം, പക്ഷേ അറിവ് ജീവിതത്തിൽ ഒരിക്കലും പ്രയോജനപ്പെടാതിരിക്കുക എന്നത് വലിയ വലിയ വീഴ്ചയാണ്, ദൗർബല്യമാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ, പടച്ചോനെ ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് ഞാൻ നിന്നോട് ശരണം തേടുന്നു. ഇത് വിഗ്രഹപൂജ നടത്തുന്ന ആളുകളല്ല, നമ്മളാണ് പ്രാർത്ഥിക്കേണ്ടത്. പലപ്പോഴും പരസ്യമായി അള്ളാഹുവിനെ നിഷേധിക്കാത്ത നമ്മൾ നമ്മുടെ ഇച്ഛകളുടെ അടിമകളായി പോകുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. സ്വേച്ഛകളെ തൻ്റെ ദൈവമായി വരിച്ചവൻ അവൻ്റെ ഗതിയെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവ. അള്ളാഹു എന്താ പറയുന്നത്? അള്ളാഹു അറിവോടെ അവനെ ദുർമാർഗത്തിലേക്ക് തള്ളിയിരിക്കുന്നു. ഈ സൂക്തം 23-ാം ആയത്ത് അവസാനിക്കുന്നത് അഫലാ തദക്കറൂൻ, എന്ത് നിങ്ങളൊരു പാഠവും ഉൾക്കൊള്ളുന്നില്ലെന്നോ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ജഡീയച്ചകൾക്ക് അടിമപ്പെടാൻ ആഗ്രഹിക്കുന്നവരും പരലോക വിശ്വാസത്തെ ആ സ്വാതന്ത്ര്യത്തിന് തടസ്സമായി കരുതുന്നവരും മാത്രമാണ് യാഥാർത്ഥ്യത്തിൽ പരലോകത്തെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ഈ ആയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് വ്യക്തമാകും. അള്ളാഹുവിൻ്റെ മുമ്പിൽ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഉത്തരം ബോധിപ്പിക്കേണ്ടവനാണ്. ഈ ബോധത്തോടുകൂടി ജീവിക്കുന്ന മനുഷ്യനാണ് യഥാർത്ഥ സത്യവിശ്വാസി. ഈ ബോധം നഷ്ടമാകുന്നതോടുകൂടി അവൻ്റെ ജീവിതത്തിൽ ധാരാളം അനർത്ഥങ്ങൾ സംഭവിക്കുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ, വീഴ്ചകൾ പുറത്തു തരുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.